എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ബുധനാഴ്ച ദിവസമാണ്. ഇന്നലെ നമ്മൾ ചൊവ്വാഴ്ച ദിവസത്തെ വീഡിയോ ഇട്ടത്, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ കേട്ടോ. ഇന്നിപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചത്തെ വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും കൂടുതൽ പണികളൊന്നും ഉണ്ടായില്ല ചെയ്യാൻ, അതായത് പാചകം ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തുണികൾ നമ്മൾ അലമാരയിൽ ഇങ്ങനെ കുഴഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഡീക്ലട്ടർ ചെയ്യില്ലേ, ആ സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂട്ടിനായിട്ട് റയൻ അവിടെ വന്നിരുന്നിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷേ അവൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയല്ലത്, കാരണം എനിക്കേ അറിയുള്ളൂ ഏതൊക്കെ മാറ്റണം ഏതൊക്കെ മാറ്റണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ബോക്സുകളൊക്കെ ഇനി ഒന്ന് മാറ്റിയിട്ട് തുണികളിങ്ങനെ റോൾ ചെയ്ത് വെക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്തിരി പഴകിയ രണ്ട് ബോക്സുകൾ പൊളിഞ്ഞ പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് മാറ്റിയിട്ട് ആ ഒരു ബോക്സ് വെച്ച സ്പേസിൽ നമുക്ക് തുണികൾ റോൾ ചെയ്ത് വെക്കാം. സാധാരണ നമ്മൾ ഡെയിലി വീട്ടിലേക്ക് അധികം ഇത് ഭംഗിയൊന്നുമില്ലാത്ത ഡ്രസ്സുകളില്ലേ, അതായത് ഇട്ടിട്ട് കുറേ പഴകിയ ഡ്രസ്സുകൾ, അങ്ങനത്തെ ഡ്രസ്സുകളെല്ലാം റോൾ ചെയ്ത് വെച്ചിട്ട് ഈ നൈറ്റി പോലെയൊക്കെ ഇടുന്ന സംഭവങ്ങളില്ലേ, ചില ചുരിദാറൊക്കെ നൈറ്റി പോലെയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാസ്ക്കറ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വെച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഡ്രസ്സുകൾ 2 ബോക്സിലാക്കിയിട്ട് അതവിടെ വെച്ച്. പിന്നെ ഭൂരിഭാഗം ഡ്രസ്സുകളൊക്കെ മുകളിലാണ്, പുറത്തുനിന്ന് ഡ്രസ്സുകളൊക്കെ ഭൂരിഭാഗം മുകളിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ഇങ്ങനെയൊക്കെ എടുക്കുന്ന ഡ്രസ്സുകൾ മാത്രമേ ഇവിടെ അലമാരയിൽ, എല്ലാ ദിവസവും നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് താഴെ കൊണ്ടുവന്നിട്ട് പഴയ ഡ്രസ്സുകളെല്ലാം വെച്ചേക്കണത്. പിന്നെന്താ, ഒരു പണിയില്ലാത്തത് കൊണ്ട് ഇവിടെ കിടന്നിട്ട്, അപ്പോൾ റോജറാണെന്നുണ്ടെങ്കിൽ ലീവ് എടുത്തേക്കണേണ്. റോജറും പണി ചെയ്ത് തളർന്ന് ലീവ് എടുത്തിന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ കൂടെയൊക്കെ തമാശയും പറഞ്ഞിട്ട് അങ്ങനെ കിടക്കണേ. അപ്പോൾ റൂബിയാണല്ലോ എൻ്റെ കൂടെ സ്ഥിരം കിടക്കണത്. എൻ്റെ കൂടെ ഇവരാരെങ്കിലും വന്ന് കിടന്നു കഴിഞ്ഞാൽ റൂബിക്ക് ഭയങ്കര കുശുമ്പാണ്. അപ്പോൾ റോജറിനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ റോജർ റൂബിയുടെ അടുത്ത് എപ്പോഴും പറഞ്ഞത്, എടാ ഇത് ഞങ്ങളുടെ അമ്മ, ഞങ്ങൾക്കൊന്ന് കിടക്കണ്ടേ ഞങ്ങളുടെ അമ്മനെ കൂടി, നീയാണല്ലോ സ്ഥിരം കൂടെ എൻ്റെ ഞങ്ങളുടെ അമ്മനെ കൂടി കിടക്കണത്. ഇതൊക്കെയാണ് റോജർ എപ്പോഴും പറയാറുണ്ട് റൂബിയുടെ അടുത്ത്. റോജർ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ കുട്ടിയായി പോകും കിടക്ക്. അപ്പോൾ അങ്ങനെ വന്നിട്ട് കിടക്കുകയാണ്. പിന്നെ റയൻ പിന്നെ സ്ഥിരം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. റോജർ ജോലിയുള്ളതുകൊണ്ട് വല്ലപ്പോഴും താഴേക്ക് ഇങ്ങനെ വന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തുള്ളൂ. അങ്ങനെ ആഘോഷമായിട്ട് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കുക. അപ്പോൾ റയൻ്റെ പേർക്ക് റോജറിനെ നല്ല രീതിക്ക് മുട്ടുകൈ കൊണ്ട് കുത്തി ഇടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തമാശക്ക്. അപ്പോൾ ഇത് മൊത്തത്തിൽ എനിക്കാണ് ബാധകമാണത്. കാരണം റൂബി ഇവിടെ കിടക്കണോണ്ട് തന്നെ റൂബിയുടെ മേത്ത് ഞാൻ ടച്ച് ചെയ്താൽ അവൾ അപ്പം അങ്ങോട്ട് വീഴും. അതുകൊണ്ട് ഞാൻ പറയടാ തള്ളല്ലേ, ഞാനിങ്ങനെ അവളെ മുട്ടിയാൽ അവൾ താഴെ വീഴും. ഇത്രേ അരികിൽ വന്ന് കിടക്കണേണ് അവൾ. ഇങ്ങനെ കിടക്കാനാണ് കേട്ടോ അവൾക്കിഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ തമാശ പറഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട്, എപ്പോഴും നമ്മൾ ജോലി തന്നെയല്ലേ, അപ്പോൾ ഇങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്ത്. പിന്നെ ഇത് രാത്രിയാണ് അവർ കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല. ഇവിടെ ഫുഡ് ഉണ്ടായതുകൊണ്ട് നമ്മളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ റൂബി കുഞ്ഞിന് അവളുടെ തന്നെ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിന് ഒരു സ്വഭാവം, അവളുടെ വീഡിയോ നമ്മൾ ഫോണിൽ പ്ലേ ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിലെ ശബ്ദം കേട്ടിട്ട് അവൾ ആരാണെന്ന് നോക്കാൻ പുറത്തേക്ക് ഓടും. അതാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ വെളിച്ചെണ്ണ 1 ലിറ്റർ ബ്രാൻഡ് ഓയിലും ഈ ബോട്ടിലുകളിലാക്കി വെച്ച് അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പിറ്റേ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചത്തെ വീഡിയോ കാണണം. കാരണം ബുധൻ കഴിഞ്ഞിട്ട് വ്യാഴം വെള്ളി ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. എന്തോ എനിക്ക് വീഡിയോ എടുക്കാനേ തോന്നിയില്ല, ഫോണും എടുത്തില്ല. പിന്നെ ശനിയാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ കുളിമുറി എങ്ങനെ കഴുകുക വൃത്തിക്കെന്നൊക്കെ ഇങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോൻ്റെ കമൻറ്റിൽ. അപ്പോൾ കുളിമുറി കഴുകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഇത് നനക്കാതെ, അതായത് ആ ടൈൽസ് നനക്കാതെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നനഞ്ഞ ബ്രഷ് വെച്ച് അതൊന്ന് എല്ലാ സ്ഥലത്തേക്കും ആക്കി ഒന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം പിന്നെ പോകാത്ത ചെറിയ ചെറിയ ഗ്രൂ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ അത്രയൊക്കെ ചെയ്യാം. പിന്നെ നമ്മളുടെ ഈ ടാപ്പുകളിൽ ഞാൻ പേസ്റ്റാണ് തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. പേസ്റ്റ് തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് കുളിമുറി കഴുകി തീരുമ്പോൾ ഏറ്റവും അവസാനം ആ പേസ്റ്റും കഴുകി കളയുക. അപ്പോഴേക്കും നല്ലതായിട്ട് ഇതിനെ തിളങ്ങി നിൽക്കും നമ്മുടെ ടാപ്പുകളെല്ലാം. ഇത്രയൊക്കെ ചെയ്യാറുള്ള കേട്ടോ. പിന്നെ നമ്മളുടെ ആ ഒരു ക്ലോസറ്റിൻ്റെ പുറം നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഏറ്റവും അവസാനം ഉള്ളിൽ ഹാർപ്പിക്ക് ഇട്ടിട്ട് അത് ഫ്ലഷ് ചെയ്യില്ല, അങ്ങനെ തന്നെ കഴുകിയ വടി അവിടെ ഇട്ടേക്കും.
ആരോ അത് യൂസ് ചെയ്യുന്ന അപ്പോഴേ അത് ഫ്ലഷ് ചെയ്യുള്ളൂ, അത് അല്ലാതെ എത്ര നേരം അതവിടെ കിടക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ക്ലീനായിട്ടാണ് ഇത്രയും ഉണ്ടാകുന്നുള്ളൂ രാവിലത്തെ നമ്മളുടെ ഇതൊരു പെൻഡിങ് വർക്കായിരുന്നു, അതും ചെയ്ത് തീർന്നു. ഇറക്കിൻ്റെ അമ്മ ഇറക്കി മേടിച്ചാ വേറെ നോക്കാം നമുക്ക് വല്ലയിടത്ത് ഇറക്കിയുണ്ടാന്ന് ഇറക്കിയുണ്ടാന്ന് നോക്കാം നമുക്ക്. എടാ കുഞ്ഞിച്ചേട്ട ഇങ്ങോട്ട് വന്നേടാ, കുഞ്ഞിനെ ഇറക്കിയുണ്ടാടാ വല്ലയിടത്തും? കുഞ്ഞിനെ ഇറക്കിയില്ലേ? നോക്കാം. മോളിലോട്ടൊക്കെ നോക്കുക, നോക്കണേ കുഞ്ഞി എവിടെപ്പാ? കുഞ്ഞിനെ ഇറക്കിണ്ടാ? അച്ചടിയാടാ ഇറക്കി വന്നടാ, അച്ചടി നോക്കണേടാ, പല്ലൊക്കെ പോണടാ കുഞ്ഞിന്റെ അച്ചടി. കൊച്ചിന്റെ ഇറക്കിയാണടാ. കൊച്ചു വീഴൂടാ, അങ്ങനെ നീങ്ങി പിടിക്ക്, കൊച്ചു വീഴും, ഉളുങ്ങും കാല്. ഞാനിവിടെ ഇരുന്നില്ലേ അപ്പം തന്നെ എടുത്ത് വലിച്ചൂരിയ കത്തിയായിട്ട് പോണി. അങ്ങനെ കൊച്ചു സന്തോഷിച്ച് ഇറക്കി തിന്നണേണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ റൂബി കുഞ്ഞിന് ഒരു ജെർക്കിയൊക്കെ എടുത്ത് കൊടുത്ത്, അത് തലേ ദിവസം രാത്രി റയൻ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു, നടക്കാനല്ല സൈക്ലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ മേടിച്ചതാണ്, കൊണ്ടുവന്നതാണ്. അത് ഞാൻ അപ്പം കൊടുക്കണ്ട, നാളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് ഇന്നാണ് ഇപ്പോൾ കൊടുത്തത്. അങ്ങനെ അടുത്ത ഒരു പെൻഡിങ് വർക്കാണ് ഈ ഒരു കാർപ്പറ്റ് ക്ലീൻ ചെയ്യൽ. അപ്പോൾ ഞാനത് സാധാരണ ഞാനാ പപ്പയാണ് ചെയ്യണത്. ഇപ്പോൾ ഇന്നിപ്പോൾ റയൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ റയനത് ചെയ്തിട്ട് കേട്ടോ. പിന്നെ ഞാനിന്ന് ഇത് പാചകത്തിന് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിക്കൻ മന്തി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഷാജി ഇപ്പോൾ വരണില്ലല്ലോ, മീനില്ല. അപ്പോൾ എന്തെങ്കിലും ഇവർക്ക് നോൺ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു ചിക്കൻ മന്തി ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കും കുരുമുളക് പൊടി തീർന്നിരിക്കണമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കുരുമുളക് ഒന്ന് പൊടിച്ച് വെച്ചിട്ടോ, അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമുക്ക് കുരുമുളക് പൊടി വേണം. അപ്പോൾ അതേ ജാറിൽ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും മല്ലിപ്പൊടിയും, ഇത്രയും പൊടികൾ, മസാല ഗരം മസാല ഒന്നുമില്ല കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ വെച്ചിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി വളരെ കുറച്ച്, പിന്നെ കുരുമുളകിൻ്റെ പൊടി കേട്ടോ. അത് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ ആദ്യം തന്നെ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് കേട്ടോ. അതും ഒരു 2 ടീസ്പൂൺ വെച്ച് അതും, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും, പിന്നെ നമുക്ക് ഇതിനകത്ത് ആവശ്യമായ എണ്ണ. നമ്മുടെ ചിക്കനും ആ റൈസിനനുസരിച്ചിട്ടുള്ള എണ്ണ എടുക്കണം. ഇപ്പോൾ വളരെ കുറച്ച് ചിക്കൻ എടുക്കുന്നതുകൊണ്ട് തന്നെ 1 കപ്പിൽ താഴെ എണ്ണ, 1 കപ്പ് വേണ്ട, 1/2 കപ്പ് എടുക്കാറില്ല. 1/2 കപ്പ് ഇത്തിരി കൂടി കൂടുതൽ എണ്ണയും കൂടി സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഒഴിച്ചിട്ട് അത് അരച്ചെടുക്കുക. ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ, നമ്മുടെ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര ഫ്ലേവറാണ്, അത് ഇതിന് മാച്ച് ആകില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ എടുക്കുന്നത്. എന്നിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ എന്ത് സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മീൻകറിക്ക് മാത്രമാണ് വെളിച്ചെണ്ണ മാച്ചായിട്ട് എനിക്ക് തോന്നണത് കേട്ടോ. അപ്പം നമ്മൾ അരച്ചെടുത്തത് ചിക്കനിൽ പുരട്ടിയിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടാണ്. ഇനി നമ്മൾ പാചകം തുടങ്ങുന്നതിന്, അതായത് കുക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ മീതയിലേക്ക് ഇത്തിരി ഇത് സവാളയും ക്യാപ്സിക്കം കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. പിന്നെ റൈസ് ഒന്ന് വേവിച്ചെടുക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ക്യാപ്സിക്കം എടുത്ത് കഴുകി അതും സവാളയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്ത് അങ്ങനെ അത് അതിൻ്റെ മീതിലേക്ക് ഇട്ടിട്ട് പതിയൊന്ന് പരത്തിയിട്ടതിന് ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ കിടന്നോട്ടെ. മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മറിച്ചൊന്നും ഇടണ്ട. നമ്മളുടെ ഈ ഒരു അടിയത്തെ സൈഡ് വെന്ത് കഴിഞ്ഞിട്ട് ചിക്കൻ മറിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ മീതിലുള്ളത് താഴെ പോയിട്ട് അത് നല്ലതായിട്ട് തന്നെ വെന്ത് വന്നോളും. അപ്പോൾ അതങ്ങനെ അവിടെ വെച്ച്, പിന്നെ അരി നമുക്ക് ആവശ്യമുള്ളതെടുത്ത് ഇനി ഒന്ന് കുതിർത്തിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരി സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് കുതിർക്കാനായിട്ട് അത് വിട്ടിട്ടുണ്ട്. പിന്നെ പപ്പയ്ക്ക് തലേദിവസത്തെ കുറച്ച് കറികളുണ്ട്, എങ്കിലും ഞാൻ ഇത്തിരി ബീൻസ് ഒന്ന് താളിച്ചെടുത്തേക്കാമെന്ന് വിചാരിച്ച് ആ ബീൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്
സവാളയും വഴറ്റി ബീൻസും ഇത്തിരി ക്യാരറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ഇത്തിരി കൂടുതലാകാൻ വേണ്ടിയിട്ടും. കാരണം എല്ലാം നമ്മൾ കുറച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നൂഡിൽസൊക്കെ ഉണ്ടാക്കിയപ്പോൾ ക്യാരറ്റ് ബീൻസും ഒക്കെ കുറച്ച് അതിനകത്ത് എടുത്ത സ്ഥിതിക്ക് അത് ഇത്തിരി കുറവുണ്ടാവുമല്ലോ. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെ അതൊന്ന് താളിച്ച് അതിട്ടിട്ടും അവിടെ വേവിക്കാനും വെച്ച് ഇനിയിപ്പോൾ നമ്മളുടെ റൈസിലേക്കുള്ള മസാലകൾ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് അത് ഊറ്റി എടുക്കണം. അപ്പോൾ ഞാനെപ്പോഴും നോക്കി ഇങ്ങനെ കറക്റ്റ് പരുവം ആകുമ്പോഴേക്കുമാണ് വാർത്തിടണത് കേട്ടോ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇത് വൈറ്റ്സല്ല റൈസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞൊന്നും പോകില്ല. വാർത്തിട്ടിട്ട് എടുക്കുമ്പോൾ ഒരു വേവ് നിർത്തിയിട്ട് വാർത്തിടണം. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അരി കിട്ടും കേട്ടോ. അപ്പോൾ ചോറ് അവിടെ ഇട്ട സ്ഥിതിക്ക് ചോറിൻ്റെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും വേവിക്കാനായിട്ട് അത് വെന്ത് വരുന്ന സമയത്ത് ചോറ് വാർത്തിട്ടിട്ട് പെട്ടെന്ന് കൊണ്ടുവന്ന് ഇടാൻ പറ്റും. അപ്പോൾ രണ്ടും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ സാധാരണ ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അറബിക് സാലഡിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് ആ ജാറ് കഴുകിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്കിനി മയണൈസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വെളുത്തുള്ളി, കുരുമുളക്, ഉപ്പ്, പഞ്ചസാര, വിനാഗിരിയൊക്കെ ചേർത്തിട്ട് അതൊന്ന് കറക്കിയിട്ട് അവിടെ വെക്കും. അത് മുട്ടയും എണ്ണയൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ അപ്പം അങ്ങോട്ട് ഇട്ടിട്ട് അടിച്ച് പെട്ടെന്ന് മയണൈസ് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വേറെ ഏത് രീതിയിൽ നമ്മൾ മയണൈസ് പുഴുങ്ങിയ മുട്ട വെച്ചിട്ടൊക്കെ മയണൈസ് അല്ലെന്നുണ്ടെങ്കിൽ ബദാം കശുവണ്ടി ഉപയോഗിച്ചിട്ടൊക്കെയുള്ള മയണൈസ് ഒന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മൾ പച്ചമുട്ട വെച്ചിട്ട് തന്നെ മയണൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചമുട്ട ആയതുകൊണ്ട് തന്നെ അവർ കഴിക്കാൻ വരുമ്പോൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ അതായത് ഒന്ന് മറിച്ചൊക്കെ ഇടാനുള്ള ടൈമായി. അതൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ റൈസ് അങ്ങോട്ട് ഇടുക അതിൻ്റെ മീതയിലേക്ക്. പെട്ടെന്ന് തന്നെ ആ ദം ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ബാക്കി വേവും കിട്ടും. താഴെ നല്ല ഫ്രൈ ആയ പോലെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ മറിച്ചൊക്കെ ഇട്ട് അത് നന്നായിട്ട് തന്നെ അടിവശമൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി റൈസ് അതിൻ്റെ മീതിലേക്ക് ഇട്ടിട്ട് ഇത്തിരി പച്ചമുളക് നടുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള റൈസ് അതിൻ്റെ മീതിലിട്ട്. അപ്പോൾ റൈസ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തിരി കുരുമുളകൊക്കെ എന്തായാലും ഇടണം. ഇതിൻ്റെ ഇടയിൽ കുരുമുളക് കടിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. പിന്നെ ഇത് നാരങ്ങ നമ്മുടെ ഡ്രൈ ലെമണും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു റൈസ് വേവിച്ച സമയത്ത്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കോൾ കത്തിച്ച് വെക്കണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എങ്കിലും എനിക്ക് എപ്പോഴും കോൾ കത്തിച്ച് വെച്ചില്ലെങ്കിൽ ഒരു മന്തിയായിട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കോൾ കത്തിച്ച് അതും കൂടി വെച്ച് പുകയിട്ടിട്ട് അതവിടെ മൂടി വെച്ചേട്ടാ. അപ്പോൾ ഇന്നത്തെ ദിവസവും എനിക്ക് കുറച്ച് പെൻഡിങ് വർക്കുകളുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ അതായത് ബുധനാഴ്ചത്തെ ദിവസം നമ്മൾ കുറേ അലമാരി അടുക്കി പെറുക്കലായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര മടി എന്തോ തോന്നിയില്ല. പിന്നെ ഞങ്ങൾക്ക് യൂണിറ്റ് മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ എനിക്ക് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ശനിയാഴ്ച ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് മന്തി വെക്കൽ വലിയ പണിയില്ലാത്തൊരു പണിയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള പെൻഡിങ് വർക്കുകൾ ചെയ്യാം. അപ്പോൾ പെൻഡിങ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ തയ്യൽ മെഷീൻ ഇവിടെ തന്നെ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തിരി തയ്ച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. തയ്ച്ച് തീരാത്തതുകൊണ്ട് ബാക്കിയുള്ളത് ഓൾട്രേഷൻസ് ആണ് കേട്ടോ. അല്ലാതെ പുതിയ ഡ്രസ്സ് തുണിയെടുത്ത് ചുരിദാർ തുന്നല ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മെഷീൻ ഞാൻ അവിടെ തന്നെ വെച്ചേക്കണേണ്. ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ച് അവിടെ ഇരുന്നതാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്തുകൊണ്ട് പോയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിലും കുറച്ച് തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ അതിട്ടിട്ട് പോകും. അങ്ങനെ അങ്ങോട്ട് പോയതാണ്. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിക്കാൻ എടുത്തിട്ടുണ്ട്. പപ്പക്കുള്ള ഫുഡൊക്കെ നേരത്തെ തന്നെ കൊടുത്ത് പപ്പ അതൊക്കെ കഴിച്ചിട്ട് പോയി. പിന്നെ കുറേ അധികം നേരം കഴിഞ്ഞ് മന്തി ശരിക്കും തണുത്തിട്ടുണ്ട്. അപ്പോഴേക്കാണ് നിങ്ങൾ കഴിക്കാനായിട്ട് വന്നേക്കണം. പിന്നെ ഇത്തിരി ക്യാരറ്റും സവാളയും തക്കാളി കുക്കുംബർ ഉണ്ടാകുന്നില്ല അതൊക്കെ വെച്ച് കൊടുത്ത് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അവിടെ ഇരുന്ന് കഴിച്ച് നല്ല സൂപ്പറാണ് കേട്ടോ. മന്തി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് അടുത്തൊരു പെൻഡിങ് വർക്കിലേക്ക് നമ്മൾ ഇറങ്ങിയേക്കണേണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ല നിങ്ങളുടെ അടുത്ത് ആ പൂവിൻ്റെ ചെടിയെല്ലാം താഴെ വെച്ചാൽ നല്ലതല്ലേ എന്നൊക്കെ ഒരു ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നെന്നല്ല കുറച്ചധികം ദിവസമായിട്ട് ഇങ്ങനെ പപ്പഴെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാനും കൂടി ഒന്ന് ചെല്ലണം ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ അതങ്ങനെ നീണ്ട് പിന്നെ
ഇപ്പോഴാണ് ഒരു ടൈം കിട്ടിയത്. അങ്ങനെ ആ ഒരു ചെടികളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ, നിലത്തേക്ക് നട്ടുവെക്കാനായിട്ട്. അപ്പോൾ അവിടെ ആ പൂവ് നിൽക്കണ കാണാൻ നല്ല ഭംഗിയായിട്ട് അതൊന്ന് ഫോക്കസ് ചെയ്തതാണ് ഞാൻ. ആ ഒരു ഭാഗത്ത് എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ഒരു യൂറോപ്യൻ ഒരു സ്റ്റൈൽ പോലെ തോന്നും. ആ പൂക്കളും ഒക്കെ അവിടെ നിൽക്കണ കാണുമ്പോൾ എപ്പോഴും അത് ഞാൻ ആസ്വദിച്ച് അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ അതാണ് ഒന്ന് ഞാൻ കാണിച്ചത്. എപ്പോഴും അങ്ങനെ എനിക്ക് തോന്നും. പിന്നെ ചെടിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും കുറച്ച് ചെടികൾ നമുക്കിങ്ങനെ കട്ട് ചെയ്തും നടാനുണ്ട്. അപ്പം ഞാൻ ആ കൊക്കോ പിറ്റൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ, അന്ന് മേടിച്ചത്, ഇപ്പോഴാണ് എടുത്തേക്കണത്. അപ്പോൾ ഈ ഒരു മൂലക്ക് പപ്പതെ ആ ചെടി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ അടുത്ത് ചോദിച്ചില്ലേ, ആ ചെടിയാണ് വെക്കണത് കേട്ടോ. ഇതിൻ്റെ പേര് മെലസ്റ്റോമ. അപ്പോൾ ആ സാധനത്തിന് താഴേക്ക് വെക്കണേണ്. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ബൊഗെയിൻ വില്ലയും എടുത്ത് താഴേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പൊങ്ങി വളരട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഇതിനെ ചെടിച്ചട്ടിയിൽ നിർത്തി കൊല്ലണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നട്ട്. പിന്നെ ഇനി നടാനുള്ളത്, അതും എനിക്കറിയില്ല എന്നിട്ട് ഇന്ന് വരെ നമ്മളുടെ അടീനിയത്തിനെ കൊമ്പ് കുത്തി പിടിപ്പിക്കാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പണ്ടേ പിടിപ്പിച്ചതന്നെ. അപ്പോൾ ഇങ്ങനെ കമൻസിൽ ഞാൻ കണ്ടായിരുന്നു, സ്വപ്ന ആ വലിയ അടീനിയത്തിൻ്റെ കൊമ്പുകൾ കട്ട് ചെയ്തിട്ട് കുത്തി വെക്കുമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ യൂട്യൂബിലും സെർച്ച് ചെയ്തപ്പോൾ ശരിയാണ്, ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്, അത് കൊമ്പ് കുത്തി പിടിപ്പിക്കുക. എൻ്റെ വിചാരം അത് ഇങ്ങനെ മുളച്ച് വരണ കുഞ്ഞു ചെടി വെച്ചാലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിത്ത് പാകി പിടിപ്പിക്കണം. അപ്പം വിത്താണെങ്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ അശ്രദ്ധ കൊണ്ട് അത് പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം അപ്പോഴടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേണം, വിത്തായിട്ട് തന്നെ പൊട്ടിച്ചെടുക്കണോട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പയെ അത് മറന്നുപോയി. അങ്ങനെ അതിൻ്റെ വിത്തും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് പോയി അങ്ങനെ വരുന്ന സമയത്താണ്, ഏകദേശം അത് നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കണ്ടത് അത് കുത്തി പിടിപ്പിക്കാമെന്ന്. അങ്ങനെ ഏതായാലും കുഞ്ഞു ചട്ടിയിലൊക്കെ ഇത്തിരി മണ്ണാക്കിയിട്ട്, മണ്ണും പിന്നെ നമ്മുടെ കൊക്കോപ്പിറ്റും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടിട്ട് അതൊക്കെ നട്ട് അത് സൈഡിലേക്ക് കൊണ്ടുപോയി വെച്ച്. പിന്നെ ദേ ഈ ഇത് അടീനിയാണെങ്കിലും അവിടെ നിന്ന് പൊക്കിയെടുത്തിട്ട് നമ്മുടെ ഒരു വലിയ ചെടിച്ചട്ടി ഉണ്ടല്ലോ അതിനകത്തേക്ക് അതിനെ വെച്ചിട്ട് അതിന് ജീവൻ ഒന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്, അതൊരു നശിച്ച് നിൽക്കണമായിരുന്നു, അത് കളയാനും തോന്നല്ല. അപ്പോൾ ആ വലിയ ചെടിച്ചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടാ അങ്ങനെ അതെല്ലാം ചെയ്ത്. അപ്പോൾ ഒരുപാട് ജോലികളായിരുന്നു. ഏതായാലും പപ്പയാണ് കൂടുതൽ ചെയ്യണത്. പപ്പയുടെ കൂടെ ഒന്ന് നമ്മൾ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തൊട്ട് പിടിച്ച് നിന്നാൽ മതി കേട്ടോ, കൂടുതലൊന്നും ചെയ്യണമെന്നില്ല. പപ്പ കൂടുതലൊന്നും ചെയ്യിക്കുകയില്ല, അത് പപ്പ തന്നെ കൂടുതലും ചെയ്തോളും. നമ്മൾ കൂടെ നമ്മുടെ പ്രസൻസ്, മോറൽ സപ്പോർട്ട് ഇത്രയൊക്കെ പപ്പ പ്രതീക്ഷിക്കുന്നുള്ളൂ. എങ്കിലും എനിക്ക് പറ്റിയ രീതിയിൽ ഞാനത് കുറച്ച് ചെടിയൊക്കെ നട്ട്. പിന്നെ നമ്മൾ അകത്ത് എനിക്ക് ബെല്ല തന്ന ചെടി നിൽക്കണല്ലേ, CC പ്ലാന്റ്. അപ്പോൾ ആ CC പ്ലാന്റും ബെല്ലയുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് എങ്ങനെ നടുക. അതും ഇങ്ങനെ കട്ട് ചെയ്ത് മൂത്ത ആ ഒരു കൊമ്പ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കും സ്വപ്ന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെല്ല പറഞ്ഞതനുസരിച്ചിട്ട് അതും കൂടിയിട്ട് ഒരു 2 ചെടിച്ചട്ടിയിലേക്ക് നടാമെന്ന് വിചാരിച്ചു. കൂടുതൽ വെട്ടിയെടുക്കാൻ പേടിയായി എനിക്ക്, കാരണം നല്ല ചെടി പോകുക എന്നുള്ളൊരു പേടിയോട് 2 മാത്രം CC പ്ലാന്റ് വെട്ടിയെടുത്തിട്ട് അതും കൂടി ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഈ 3 ചെടിച്ചട്ടി പുതിയത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. വലിയ 2 പുതിയ ചെടിച്ചട്ടിയിൽ ഇപ്പോൾ ചെടി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്കുള്ള മണ്ണിന് വേണ്ടിയിട്ടൊക്കെ അവിടെ കുഴി കുത്തിയൊക്കെ ഇപ്പോൾ പുതിയ 2 ചെടി വെച്ചപ്പോൾ കുഴി കുത്തിയില്ലേ, ആ മണ്ണൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, കൽപ്പൊടി മണ്ണ്. അപ്പോൾ അതും പിന്നെ കൊക്കോപ്പീറ്റും എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ എല്ലാം ഈ CC പ്ലാന്റും എല്ലാം നട്ടതിട്ട് എല്ലാം എടുത്ത് നമ്മൾ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് വെച്ച്. ഇനിയിപ്പോൾ അവിടെ വെയിലും മഴയൊന്നും കൊള്ളാതെ അതൊക്കെ ഇരിക്കും, അപ്പോഴേക്കും പിടിച്ച് വരട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് വെയിലത്തേക്കൊക്കെ മാറ്റി വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മഴ ഇങ്ങനെ നിൽക്കണോണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ ഇത് പായൽ കളഞ്ഞിട്ടും കാര്യമില്ല, അതുകൊണ്ട് എല്ലായിടത്തും പായലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മഴ ഒന്ന് ഒതുങ്ങിയിട്ട് പായൽ കളയാനായിട്ടുള്ള പണികൾ, ആ പണി ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി നമ്മുടെ പ്രഷർ പമ്പൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്ത് തുടങ്ങണം. അപ്പോൾ അത് സൈഡിൽ ഒരു ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇപ്പോൾ പെട്ടെന്നൊന്ന് നടണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് നടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഞാൻ ചായയൊക്കെ ഇട്ട് അങ്ങനെ ചായയും ബിസ്ക്കറ്റും അങ്ങനെ പഴം കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം അങ്ങനെ നമ്മൾ ഒന്നും തന്നെ ഉണ്ടാക്കണില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി എനിക്ക് വേറെ പെൻഡിങ് ആയി കിടക്കുന്നത് നമ്മുടെ തയ്യൽ മെഷീൻ അവിടെ ഇരിക്കണല്ലേ, അതിനെ ഒന്ന് മാറ്റണം അവിടെ നിന്ന്. അപ്പോൾ തയ്ക്കാനുള്ളത് തയ്ച്ച് തീർക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് എന്ത് തന്നെ ആയാലും തയ്ക്കാനുള്ളത് തയ്ക്കാം എന്നും പറഞ്ഞിട്ട് ഞാനങ്ങനെ മുറ്റത്തെ പണിയും കഴിഞ്ഞിട്ട് അകത്ത് കയറി ചായ ഇട്ടിട്ട്
ഇത് ഡ്രസ്സിൻ്റെ എല്ലാം ഇങ്ങനെ ബാക്കിൽ ടക്സ് ഇടാനാണ്. അപ്പോൾ ഗിൽഡ എൻ്റെ അടുത്ത് ഒരു 100 വട്ടം പറയും, സിന്ധു ടക്സ് ഇടുന്നത് ശരിയല്ല, ടക്സ് നല്ല അളവെടുത്ത് തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ പറയും ഇല്ല, ഞാൻ അളവെടുക്കും. ഞാൻ ഗിൽഡ എടുത്ത് എന്നെ കൊണ്ട് പറ്റൂല ഗിൽഡ, ഞാനൊരു ഭ്രാന്ത് പിടിച്ച ഒരു തയ്യക്കാരുത്തിയാണ്, അല്ലാതെ ക്ഷമയുള്ള തയ്യക്കാരുത്തിയൊന്നും അല്ല, അതുകൊണ്ട് ഞാൻ തോന്നണ പോലെ ടക്സ് ഇടുമെന്ന് പറയും. അപ്പോൾ പള്ളിയിൽ ചെന്നൊക്കെ നിൽക്കുമ്പോൾ ഗിൽഡേൻ്റെ ബാക്കിലുണ്ടെങ്കിൽ ഗിൽഡ പറയും സിന്ധു ആണെന്ന് ആരും പറയണ്ട, ആ ബാക്കിൽ ടക്ക് നോക്കിയാൽ മതി, അതിൻ്റെ വൃത്തിയോട് കാണുമ്പോൾ അത് സിന്ധു വന്നപ്പോൾ എപ്പോഴും അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എനിക്ക് ചിരി വരും. അപ്പോൾ ഇന്ന് എന്ത് തന്നെ ആയാലും ടക്കൊന്ന് വൃത്തിക്കിടാന്ന് വെച്ചിട്ട് അളവെടുത്ത് വരച്ച് വെക്കണം. എന്നിട്ട് ആ സമയത്ത് എനിക്കൊരു കോൾ വന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞ അതിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഇത് പിതാവ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത് പറഞ്ഞില്ലേ, അപ്പോൾ പിതാവിൻ്റെ കോളാണ് വന്നിട്ടുണ്ടാകുന്നത്, ഞാൻ വരണുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനും പപ്പ ഇങ്ങനെ ഗാർഡനിങ് കഴിഞ്ഞിട്ട് വേർത്ത് നിൽക്കണേണെന്ന് പറഞ്ഞെങ്കിലും നേരമില്ല, ഞാൻ 1/2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നെയാണ്, അപ്പം തന്നെ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വേർത്ത് നിന്ന് എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വേർത്ത് നിൽക്കണേണ്. ആ രൂപത്തിൽ തന്നെ ആ അഴുക്കായ ഡ്രസ്സൊന്നും മാറ്റി വേറൊരു ഡ്രസ്സ് ഇട്ട് ഇതേ റൂബിനെയും ചങ്ങലെടുത്തിട്ട് വേഗം നമ്മൾ ചെന്ന് അങ്ങനെ പിതാവ് വന്ന് ഒരു 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് അപ്പം തന്നെ പോവുകയും ചെയ്തിട്ടാ. അപ്പോൾ ഈ ബിഷപ്പിൻ്റെ പദവിയിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും സ്വന്തം ഡ്രൈവ് ചെയ്ത് വരാൻ പാടില്ല, അതിന് ഡ്രൈവറുണ്ട്, അത് അച്ഛന്മാർ തന്നെ ആയിരിക്കും. അപ്പോൾ അവർ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് ആക്കണതും, അതിനിട്ട് വണ്ടി പറഞ്ഞു വിടുകയും ചെയ്യണത്. പിന്നെ ഇവിടുന്ന് ഇറങ്ങാനാകുമ്പോൾ വിളിക്കുമ്പോൾ അവർ വന്നിട്ട് പിക്ക് ചെയ്യണം ചെയ്യണം കേട്ടോ, അല്ലാതെ ഒറ്റക്കൊന്നും ഒരു സ്ഥലത്തേക്ക് ഇനി ബിഷപ്പിന് പോകാൻ പാടില്ല. അങ്ങനെയാണ് നിയമങ്ങൾ. അപ്പോൾ ബിഷപ്പ് പോയപ്പോൾ ഞങ്ങളുടെ അടുത്ത് പിറ്റേന്ന് സൺഡേ അവിടേക്ക് വിസിറ്റ് ചെയ്യാൻ, ബിഷപ്പ് ഹൗസിലേക്ക് വിസിറ്റ് ചെയ്യാൻ ക്ഷണിച്ചിട്ടാണ് പോയിട്ടുണ്ടാകുന്നത്. പിറ്റേ ദിവസം 9 മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ബിഷപ്പ് പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് ഇരുന്നത്. അപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ ഒന്ന് ഓൾട്ടർ ചെയ്ത് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു സാധനം കൂടി തയ്ച്ചെടുക്കാനുണ്ട്, അത് കട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും ഈ മിഷൻ എനിക്ക് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റൂലെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നാളെയും കൂടി വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സാധനം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മിഷൻ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇത്രയും കൊണ്ട് ഞാൻ പണി നിർത്തി. പിന്നെ എൻ്റെ ഈ തയ്യൽ മെഷീൻ കാണുമ്പോൾ മിക്ക വീഡിയോകളിലും കമൻസ് ഉണ്ടാവും, എന്ത് മെഷീനാണ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇത് ഉഷാ ജനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഷീനാണ്, ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഇത് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ്. നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് അറിയാവുന്നവർക്ക് കേട്ടോ എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സുകളാക്കാം, പിന്നെ ഇൻ്റർലോക്ക് ചെയ്യാം, സിക്സാഗ് സ്റ്റിച്ചിങ് പല രീതിയിലുള്ളതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെറുതെ ഒരു സ്റ്റിച്ചിങ് മാത്രമേ ഞാൻ സാധാരണ ഇതിനകത്ത് നിന്ന് യൂസ് ചെയ്യണത്. ബാക്കിയുള്ള ഫീച്ചേഴ്സുകളൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വേണം പറയാനായിട്ട്. അത് കാണിക്കാനും എനിക്കറിയത്തില്ല, ആ ഒരു ക്ഷമ എനിക്കില്ല അതൊന്നും പഠിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ചെയ്ത് കാണിക്കാൻ അറിയില്ല. എങ്കിലും ഞാൻ പറഞ്ഞതാണ്, 12,000 രൂപയായിരുന്നെന്ന് തോന്നണ് ഞാനിത് എടുക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത്തെ വർഷവും തോന്നണത് എടുത്തിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ മാനുവലായിട്ടുള്ള മെഷീനും എൻ്റെ കയ്യിലുണ്ട്, അതും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പണി മുടക്കിയാൽ എനിക്ക് അതിൽ എന്തെങ്കിലും അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ വളരെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും, നല്ല സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ എന്തെങ്കിലും നൂലൊക്കെ ഇടയിലൊക്കെ നമ്മുടെ അറിവുകേട് കൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കിൽ പെട്ടുപോയാൽ ഇത്തിരി നേരം ഒന്നെടുത്തിട്ട് അതെടുത്ത് മാറ്റണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. വൈൻഡപ്പ് ചെയ്ത് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്